നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ തലശ്ശേരിയിൽ ഓവുചാലിൽ വീണ് മരണം. മരിച്ചത് കോടിയേരി സ്വദേശി രഞ്ജിത് കുമാർ. അപകടം കനത്ത മഴയിൽ കാൽതെറ്റി വീണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 35 പവനോളം കവർന്നു. കാസർഗോഡ് തൃക്കരിപ്പൂരിലും മോഷണശ്രമം. പടന്നക്കാട് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. ഇടുക്കി പീരുമേട് പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമെന്ന് പരാതി. 45 ഹെക്ടറിലധികം സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടതായി റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കൗതുകമായി കാസർഗോഡ് റാണിപുരത്തെ പ്രകാശിക്കുന്ന കൂണുകൾ. അപൂർവ കൂണുകളെ കണ്ടെത്തിയത് വനം വകുപ്പിന്റെ സർവേയിൽ. റാണിപുരത്തുള്ളത് 50-ലധികം കൂണുകൾ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി നിയമസഭ പ്രമേയം പാസാക്കി. ഭരണഘടനയിലെ കേരള എന്നതിനു പകരമാണ് കേരളം എന്നാക്കിയത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഐകകണ്ഠേനയാണ് പാസാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണമാണ് വീണ്ടും അവതരിപ്പിച്ചത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU നാളെ വിദ്യാഭ്യാസ ബന്ദ് നടത്തും. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിലും പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിലുമാണ് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടിയും KSU സംഘടിപ്പിക്കുന്നുണ്ട്. അധിക ബാച്ചുകൾ അനുവദിച്ച് +1 സീറ്റ് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള KSU പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കണ്ണൂർ തലശ്ശേരിയിൽ ഓവുചാലിൽ വീണയാൾ മരിച്ചു. സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കോടിയേരി സ്വദേശി രഞ്ജിത് കുമാറാണ് മാഞ്ഞോടി കണ്ണച്ചിറയിലെ ഓവുചാലിൽ വീണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് റോഡിൽ വെള്ളം നിറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് ഓവുചാലിന് മീതെ സ്ലാബ് ഉണ്ടായിരുന്നില്ല. നടന്നു പോകുമ്പോൾ കാൽ തെറ്റി വീണതാകാമെന്നാണ് സംശയം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. തൃക്കരിപ്പൂർ കാവിലാട്ടെ VP അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. കാസർഗോഡ് പടന്നക്കാട് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതിയെ അതിവിദഗ്ധമായി പിടികൂടി ഹോസ്ദുർഗ് പോലീസ്. നെല്ലിക്കട്ട ചെന്നടുക്കയിലെ CM ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. കേസിൽ നിർണായകമായത് സ്വകാര്യ ബസ്സിലെ ക്യാമറ ദൃശ്യമാണ്. 15-ാം തീയതിയാണ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ 3.5 പവൻ ആഭരണം തട്ടിയെടുത്തത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. കിഴക്കോത്ത് കച്ചേരിമുക്കിലെ ആളില്ലാത്ത വീട്ടിൽ നിന്ന് 35 പവനോളം സ്വർണമാണ് അപഹരിച്ചത്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടുവള്ളി കിഴക്കോത്ത് കച്ചേരിമുക്ക് താളിയിൽ മുസ്തഫയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പ്രവാസിയായ മുസ്തഫയുടെ ഭാര്യയും മകളും ശനിയാഴ്ച സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ മുസ്തഫയുടെ മാതാവ് ഇവിടെ എത്തിയപ്പോൾ അടുക്കളവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു.
വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്തും അടുക്കള വാതിലിന്റെ പൂട്ട് പൊളിച്ചുമാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനോളം സ്വർണം അപഹരിക്കപ്പെട്ടു. സ്വർണം സൂക്ഷിച്ച അലമാരയിലെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചുവാരിയിട്ട നിലയിലാണ്. സ്വർണം സൂക്ഷിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് മോഷണം നടന്നതെന്നാണ് സൂചന. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മണം പിടിച്ച പോലീസ് നായ 2 തവണയും ഓരോ ദിശയിലാണ് സഞ്ചരിച്ചത്. ഊടുവഴിയിലൂടെ റോഡിലെത്തിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്നാണ് സൂചന. കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. ഇടുക്കി പീരുമേട് പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമെന്ന് നാട്ടുകാർ. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെട്ട 45 ഹെക്ടറിലധികം സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടതായാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. 310 ഹെക്ടർ ഭൂമിയാണ് പരുന്തുംപാറയിൽ ഉണ്ടായിരുന്നതായി റവന്യൂ വകുപ്പിന്റെ കണക്കുകളിൽ ഉള്ളത്. ഇതിൽ 200 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു. 45 ഹെക്ടറോളം ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയതായാണ് വിവരം. കയ്യേറ്റങ്ങൾ ഭൂരിഭാഗവും റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നാണ് ആരോപണം. പീരുമേട് പഞ്ചായത്തില് വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ 1 ഏക്കർ സ്ഥലം വാങ്ങിക്കുക, അല്ലെങ്കിൽ 1/2 ഏക്കർ സ്ഥലം വാങ്ങിക്കുക. ആ സ്ഥലത്തോട് ചേർന്നുള്ള വിരിവ് ഭൂമി പാറക്കെട്ടാണ് പാറക്കെട്ട്, ഇത് പുല്ലുമേടാണ് പുല്ലുമേട്, ഇതെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 45 ഹെക്ടർ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിൽ കയ്യേറ്റം ചെയ്തതായിട്ട് റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്. പട്ടയമുള്ള ഭൂമികൾ മുറിച്ചു വിൽക്കുകയും വാങ്ങുന്നവർ ഇതിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമി കയ്യേറുകയുമാണ് ചെയ്യുന്നത്. സർവേ നമ്പർ 534 ഉൾപ്പെട്ട ഭൂമിയുടെ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് കയ്യേറ്റങ്ങളും വിൽപ്പനയും നടക്കുന്നത്. പരുന്തുംപാറയുടെ വിനോദസഞ്ചാര വികസന പദ്ധതികൾക്കായി 10 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാൽ മാത്രമേ ഇവിടെ വികസന പദ്ധതികൾ നടപ്പാക്കാനാവൂ. 2008-ലും 2022-ലും കയ്യേറിയ സ്ഥലങ്ങൾ പരാതികളെ തുടർന്ന് റവന്യൂ വകുപ്പ് തിരികെ പിടിച്ചിരുന്നു. ഇത്തവണയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പീരുമേട്. കാസർഗോഡ് റാണിപുരം റിസർവ് വനത്തിലെ പ്രകാശിക്കുന്ന കൂണുകളുടെ വിശേഷങ്ങളാണ് ഇനി. വനം വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ അപൂർവ ഇനം കൂണുകൾ കണ്ടെത്തിയത്. രാത്രിയിൽ പച്ചവെളിച്ചം പൊഴിക്കുന്ന ബയോലൂമിനന്റ് കൂണുകൾ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഫൈലോബോളിറ്റസ് മാനിപ്പുലാരിസ് എന്നാണ്. ഇലക്ട്രിക് കൂണുകളെന്നും വിളിപ്പേരുണ്ട്. രാസപ്രവർത്തനത്തിലൂടെ പ്രകാശിക്കുന്ന ഈ കൂണുകൾ അത്യപൂർവമാണ്. കാസർഗോഡ് റാണിപുരത്തെ വനമേഖലയിൽ വനം വകുപ്പും മഷ്റൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് ഇത്തരത്തിലുള്ള കൂണുകൾ കണ്ടെത്തിയത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവവൈദ്യ മേഖലയാണ് ഈ റാണിപുരം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉരകങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കൂണുകളെ പറ്റിയുള്ള അധികം പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ മഴക്കാലമായപ്പം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളൊരു കുറച്ച് എക്സ്പെർട്സിനെ വിളിച്ചുകൊണ്ട് നടത്തിയതാണ്. അപ്പോൾ അന്നത്തെ സർവേയിൽ ഏകദേശം 50ഓളം സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 50ഓളം കൂണിനങ്ങളാണ് റാണിപുരത്തെ സർവേയിൽ രേഖപ്പെടുത്തിയത്. നിറത്തിലും ആകൃതിയിലും വേറിട്ടവയാണ് ഇവ. ഇതിൽ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതുമുണ്ട്. തക്കാളിയുടെ ആകൃതിയിലുള്ള ടൊമാറ്റോ മഷ്റൂം, പൂവ് പോലെ തോന്നിക്കുന്ന പൊറോണിയ നാഗറ ഹോളൻസിസ്, കിളിക്കൂടിന്റെ ആകൃതിയിലുള്ള സിയാത്തസ്, ഇങ്ങനെ നീളുന്നു കൂണിനങ്ങൾ. കൂൺ പരാഗണത്തിന്റെ മനോഹര ദൃശ്യവും സർവേ നടത്തിയ സംഘം പകർത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർവേ വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ പെരുമ്പടവ് തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ ചരിത്ര സ്മാരകങ്ങളായ മുനിയറകൾക്ക് സംരക്ഷണമില്ല. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മുനിയറകൾക്ക് 1500 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ശിലായുഗ സ്മാരകങ്ങളായ മുനിയറകൾ 1500 വർഷത്തിലധികം പഴക്കം. തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. 7 മുനിയറകളാണ് ഈ പ്രദേശത്തുള്ളത്. ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മുനിയറകളുടെ സംരക്ഷണം ഇന്നും സാധ്യമായിട്ടില്ല. പുരാവസ്തു വകുപ്പ് അധികൃതർ സ്ഥലം പരിശോധിച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. ഈ മുനിയറകൾ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്നൊരു മണ്ണാണിത്. ഓറൽ ഹിസ്റ്ററി ഡെവലപ്മെൻ്റ് ആൾക്കാർ വന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇത് അറിയിച്ച് ഇത് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 7 മുനിയറുകൾ ഈ പരിസരത്തുണ്ട്. അതിലിപ്പോൾ തുറന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് ഏകദേശം 4 എണ്ണമാണുള്ളത്. ബാക്കി 3 എണ്ണം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലായതുകൊണ്ട് അവരത് മണ്ണിട്ട് മൂടി. ഈ മുനിയറകളുടെ ഉള്ളിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാം. മുനിയറകൾ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 ആലക്കോട്. പാറപ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്താൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ തേറണ്ടിയിലെ കർഷകനായ പാലക്കീം രാജൻ. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് രാജൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തുന്നത്. കോവിഡ് കാലത്താണ് ചപ്പാരപ്പടവ് തേരണ്ടിയിലെ രാജന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കണമെന്ന് മോഹമുദിച്ചത്. റബ്ബർ വിലയിടിവും തൊഴിലാളികളെ കിട്ടാത്തതുമാണ് രാജനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പത്തനംതിട്ട, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നായി തൈകൾ എത്തിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ 1 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കി. കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി തൈകൾ നട്ടു. ചെടിക്ക് പടരാൻ പഴയ ടയറുകളും സ്ഥാപിച്ചു. യൂട്യൂബിൽ നോക്കിയാണ് പ്രധാനമായും കൃഷിരീതികൾ പഠിച്ചത്. 3 വർഷം കൊണ്ട് രാജന്റെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. കൃഷി ഇത് കൊറോണ സമയത്ത് ഏതെങ്കിലും ഒരു പുതിയൊരു കൃഷി കണ്ടെത്തി അങ്ങനെയാണ് ഇത് ഡ്രാഗൺ കൃഷിയിലേക്ക് വന്നത്. പഠിച്ചത് യൂട്യൂബ് വഴി തന്നെയാണ് പഠിച്ചത്. മറ്റേ വേറെ ബില്ല ക്ലാസ്സൊന്നും കിട്ടിയില്ല. മലേഷ്യൻ റെഡ്, വൈറ്റ് ഡ്രാഗൺ, ഇസ്രായേൽ യെല്ലോ, റോയൽ റെഡ്, മെക്സിക്കൻ റെഡ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഇതുകൂടാതെ വിവിധ ഇനം വിദേശ ഇനം ഫ്രൂട്ടുകളും രാജന്റെ കൃഷിയിടത്തിലുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് രാജനും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. ചണ്ടാല ഭിക്ഷുകി തുള്ളൽ രൂപത്തിൽ അവതരിപ്പിച്ച ഒരു കലാകാരിയെ പരിചയപ്പെടാം. കൊട്ടാരക്കര താമരക്കുടി സ്വദേശി കുമാരി ചന്ദനയാണ് ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി തുള്ളൽ അവതരിപ്പിച്ചത്. 9ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു അവതരണം. പുരാതന കലാരൂപമായ തുള്ളൽ ഒരു നവീന കാവ്യവുമായി സമന്വയിപ്പിച്ച് വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ ചണ്ടാല ഭിക്ഷുകി കുമാരി ഹരിചന്ദന തുള്ളൽ രൂപമായി അവതരിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനവും രസകരമായി. മലയാള പാഠാവലി 9ാം ക്ലാസ് ആദ്യ പാഠഭാഗമായ ചണ്ടാല ഭിക്ഷുകി ഓട്ടം തുള്ളലായി വേദിയിൽ പരിണമിക്കുകയായിരുന്നു. ദാഹാർദ്രനായ ഭിക്ഷു ചണ്ടാല സ്ത്രീയിൽ നിന്നും വെള്ളം കുടിച്ച് ദാഹം അകറ്റുന്നതും തുടർന്നുള്ള കവിഭാവനയുടെ വർണ്ണനകൾ ഒട്ടും ചോരാതെ വേദിയിൽ തുള്ളി ഫലിപ്പിച്ചതും പ്രശംസനീയമായി. എല്ലാ വിദ്യാർത്ഥികൾക്കും ചണ്ടാല ഭിക്ഷുകിയുടെ രത്നച്ചുരുക്കം അധ്യാപകർ പറഞ്ഞു നൽകിയിരുന്നതിനാൽ തുള്ളലിലൂടെ മനസ്സിലാക്കാനും പ്രയാസമായില്ല. 12 വർഷമായി താമരക്കുടി കരുണാകരൻ മാഷിൽ നിന്നും തുള്ളൽ അഭ്യസിച്ചു വരുന്ന ഹരിചന്ദന TTC 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സൂരജ് ശാസ്താംകോട്ട പിൻപാട്ടും താമരക്കുടി ഹരികുമാർ മൃദംഗവും ഘടം സൂരജ് പുത്തൂരുമാണ് അവതരിപ്പിച്ചത്. ആദ്യമായി ചണ്ടാല ഭിക്ഷുകി തുള്ളലായി വേദിയിൽ അവതരിപ്പിച്ചുവെന്ന ഖ്യാതിയും ഹരിചന്ദനയ്ക്ക് സ്വന്തം. ന്യൂസ് 18 കൊട്ടാരക്കര. സകലമാന കേരളത്തിൽ ഇനിയൊരു ഇടവേള. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R. വിഷ്ണുവിന്റെ മൃതദേഹം നാളെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിൽ എത്തിക്കും. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുവും UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നത്. 1 മാസം മുമ്പ് നാട്ടിലെത്തി മടങ്ങിയ വിഷ്ണുവിന്റെ വിയോഗ വാർത്ത നാടിന് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ഛത്തീസ്ഗഡിൽ ബോംബ് സ്ഫോടനത്തിൽ അതിദാരുണമായി മരണപ്പെട്ട നന്ദിയോടിന് സമീപം പൊട്ടഞ്ചിറ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിൻ്റെ വീടിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദയനീയമായ കാഴ്ചയാണ് ഈ വീടിന് മുമ്പിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം
ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായി സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നയാളാണ് വിഷ്ണു. ആ വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനത്തിൽ ഈ കുടുംബത്തിനും ഈ നാടിനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് വിഷ്ണു. ഏറെ പ്രതീക്ഷയോടെയാണ് സൈനിക സേവനത്തിനായി പോകുന്നത്. പക്ഷേ ഇളയ മകന്റെ എഴുത്തിനിരുത്തിനാണ് അവസാനമായി വിഷ്ണു നാട്ടിലെത്തിയിരുന്നത്. 1.5 മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശം ഈ സമീപത്ത് തന്നെ നടന്നത്. അവിടെ നിന്ന് ഏറെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയതാണ്. 2 ആൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ഈ കുടുംബത്തിന്റെ മുഴുവൻ താങ്ങായിരുന്ന വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായി ഈ കുടുംബത്തിന് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇപ്പോഴും മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വിഷ്ണുവിനെ ഓർത്തെടുക്കുന്നത്? വിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ട്, നല്ല സുഹൃത്താണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ചേട്ടൻ ഈ 1.5 മാസം മുമ്പേ പാലിയാച്ചിൽ വന്നപ്പോഴും വളരെ സന്തോഷപരമായിട്ടാണ് ഇവിടെ പെരുമാറുന്നത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. കാരണം എപ്പോഴും ലീവിന് വന്നാലും എന്നെ കൊണ്ട് നമ്മൾ കറങ്ങാനും എല്ലാത്തിനും പോകണം ചേട്ടനാണ്. ഇതൊരു തീരാ ദുഃഖമാണ്. മകനെ എഴുത്തിനിരുത്തിയതിനു ശേഷം മടങ്ങിയ അച്ഛനെയാണ് ആ 2 മക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ആ ദുഃഖത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാതെ ആ കുഞ്ഞുങ്ങൾ ഈ വീടിന് പുറകിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ മുഖം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നില്ല. അത്രമാത്രം വൈകാരികമായൊരു അവസ്ഥയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് നന്ദിയോട് പൊട്ടഞ്ചിറ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. നെടുമ്പാശ്ശേരിയിലെ മയക്കുമരുന്ന് വേട്ടയ്ക്കു പിന്നിൽ മെക്സിക്കൻ മാഫിയ. 30 കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ചെടുത്ത കേസിലെ പ്രതികൾ കൊച്ചിയിൽ എത്തിയത് ബിസിനസ് വിസയിലെന്ന് വിലയിരുത്തൽ. എത്യോപ്യൻ പൌരത്വമുള്ള മോറി അത്തുമണി ജാങ്കോയും വെറോണിക്ക അഡ്രഹേം ദംകുവുമാണ് വിഴുങ്ങിയത് 2 കിലോ വീതം കൊക്കൈനാണ്. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള ഏതാനും മലയാളികളെ കേന്ദ്രീകരിച്ചും DRI അന്വേഷണം നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്ന് 7 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വ്യാപാരിയുടെ കയ്യിൽ നിന്നും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ 61 ലക്ഷമാണ് തട്ടിയെടുത്തത്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള കണ്ണികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സ്ആപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത്. പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് 3 മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു. 50,000-ൽ തുടങ്ങി 7 കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു. പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. ഡോക്ടർക്ക് പുറമെ ചേർത്തലക്കാരനായ വ്യവസായിക്ക് 60 ലക്ഷമാണ് നഷ്ടമായത്. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത്. വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് ഉണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി. ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും 2 മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി. തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഈ കേസിൽ ആദിൽ മിലാജ്, നിബിൽ നിയാസ്, മുഹമ്മദ് റിസ്വാൻ, എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം. റിസ്വിനെടുത്ത അക്കൗണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത്. ഓരോ ട്രാൻസാക്ഷനും റിസ്വിന് ഇവർ പണം നൽകുമായിരുന്നു. പണം അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1 മണിക്കൂറിനാകുമ്പോൾ 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാസം എഴുതി പൈസ നമുക്ക് കോടതി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ 12 ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി, ഫൈസൽ, മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ.
കോട്ടയത്ത് സ്പീഡ് ബോട്ടുകാരനെ മറ്റൊരു സ്പീഡ് ബോട്ടുകാരന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി. വൈക്കം വെച്ചൂർ അംബിക മാർക്കറ്റ് ചിറയിൽ അരവിന്ദനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ഇയാളുടെ വാരിയെല്ലിന് പൊട്ടലുണ്ടാകുകയും 4 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അരവിന്ദൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പീഡ് ബോട്ട് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തെ ചൊല്ലി രമേശൻ എന്നയാളുമായി സംഘർഷമുണ്ടായതിന്റെ പേരിൽ മുഹമ്മ പോലീസിൽ കേസുണ്ടായിരുന്നുവെങ്കിലും ഇതിന്റെ വൈരാഗ്യമാണ് മർദ്ദന കാരണമെന്ന് അരവിന്ദൻ പറഞ്ഞു. രമേശൻ എന്നുള്ള സ്പീഡ് ബോട്ടുകാർ മദ്യപിച്ചുകൊണ്ട് എൻ്റെ ബോട്ടിൽ ഇരിപ്പിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്ത് രാവിലെ. ഞാനത് വലിയ കാര്യമാക്കില്ല. വീണ്ടും ബോട്ട് ട്രിപ്പിൽ വന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റുപത്ത് ആൾക്കാർ അവരുടെ കേരളത്തിൽ വന്നു. പക്ഷേ അവരാദ്യം ടൂറിസ്റ്റുകളായിട്ടാണ് വഴക്കുണ്ടാക്കി. ആളറിയാൻ പാടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് രമേശൻ പറയും ഇന്ന ആളാണ്, ഞാൻ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞ് അവരാ കെട്ടുപത്ത് വരെ എന്നെ ആക്രമിക്കുകയും ചെയ്തു. വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയും എൻ്റെ 4 പല്ലി അടിച്ച് നട്ടലിന് അരിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കലിലേക്ക് പോകുമ്പോൾ തീരെ വയ്യ. കായംകുളത്ത് KP റോഡിൽ ഒന്നാംകുറ്റി ജംഗ്ഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഇരുചക്ര വാഹനം ഓടിച്ച ചേരാവള്ളി സ്വദേശി ശിശുപാലനാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. ഇയാളെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. തിരുവനന്തപുരം കിളിമാനൂരിൽ പെട്രോൾ കയറ്റി വന്ന ടാങ്കർ മറിഞ്ഞ് ഡ്രൈവറിനും സഹായിക്കും ഗുരുതര പരിക്ക്. കിളിമാനൂർ MC റോഡ് വഴിയോരക്കട കുറവൻകുഴിയിലാണ് അപകടമുണ്ടായത്. ഇന്ധന ചോർച്ചയുള്ളതിനാൽ സമീപത്തുനിന്നും ആളുകളെ മാറ്റി. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഡ്രൈവറെയും സഹായിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട റാന്നിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട് വാഹനം ഓടിച്ചിരുന്ന സ്ത്രീ പുറത്തിറങ്ങിയതിനാൽ അപകടമൊഴിവായി. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മീൻചന്തയിൽ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ കൂറ്റൻ മാവ് കടപുഴകി വീണു. വീട്ടിലുണ്ടായിരുന്നയാൾ തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉള്ളിശ്ശേരിക്കുന്നിൽ പ്രിയദർശന്റെ വീടിന് സമീപം നിന്ന മാവാണ് വലിയ ശബ്ദത്തോടെ നിലം പൊത്തിയത്. വീട്ടുടമസ്ഥൻ വീടിന് പുറത്തേക്ക് വന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഞാൻ രാവിലെ രാവിലെ ഒരുപാട് ഇല ഉണ്ടാവും, മാവിന്റെ ഇല ഉണ്ടാവും. ഈ മാവിന്റെ ഇല പ്രത്യേകം കൊടുക്കുക. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഈ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ശബ്ദം. അപ്പം ഞാൻ കേൾക്കില്ല, ഞാൻ ജസ്റ്റ് കേൾക്കാത്ത ആളാണ്. അപ്പം ഞാൻ കേൾക്കില്ല ശരി. അപ്പോൾ അവൻ പറയും അല്ല എന്തോ ശബ്ദം കേൾക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കൊമ്പാണ്. അപ്പം ഞാൻ മുള്ളി നോക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ മരത്തിന് മുകളിൽ ഇങ്ങനെ ചുറ്റും. പിന്നെ അടുത്ത കൊമ്പാണ്. അപ്പോഴാണ് ശബ്ദം കൂടി. അപ്പം ഞാൻ കേൾക്കാൻ തുടങ്ങി കറ ശബ്ദം. അപ്പം ഞാൻ ചെയ്ത് ബാഗ് കൊണ്ടുവരെ ഓടിക്കുക പറഞ്ഞു. അങ്ങനെ മാറുന്നു. അപ്പം അടുത്ത് ഞാൻ ചേരുന്ന പേര് പിന്നെ മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് മാവ് നിന്നത്. മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചതാണ് അപകടത്തിൽ കലാശിച്ചത്. ആ കൊമ്പ് നിലത്ത് കുത്തി നിൽക്കുക, അതിന്റെ കൊമ്പ ആ കുത്തി നിന്നിട്ടില്ലെങ്കിൽ വീട് തകർന്നു പോയിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പോളവർ തീരെ ഉറപ്പില്ലാത്ത സാധനമാണ്. ഇതിനു വേണ്ടി 8 വർഷം മുമ്പ് ഞാനൊരു പരാതി കൊടുത്തത് ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം 10,000 നടക്കുന്ന വഴിയാണ്. നമ്മുടെ ഈ പരിസരവാസികൾ മാത്രമല്ല ഭീഷണിയില്ല. ഈ ആന റോഡ് PNT കോട്ടസ് ഉള്ളിശ്ശേരിക്കുന്നതിലൊക്കെ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്. അത് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പത്തിന്റെ ഉണങ്ങി അവിടെ വീണുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ മുറ്റത്തിൽ കളിക്കുമ്പോൾ. അപ്പം അങ്ങനെ കുറെ മരങ്ങൾ അവിടെ താങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് ഇടാൻ പോകുന്ന സാധനം ഇതായിരിക്കും. നിലംപൊത്തിയ മാവിന് സമീപം വലിയതായി വളർന്നു പൊങ്ങിയ മറ്റു ചില പാഴ്മരങ്ങൾ കൂടിയുണ്ട്. ഇവയും അപകട ഭീഷണി ഉയർത്തുന്നു. മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഈ മരങ്ങളും അടിയന്തരമായി വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ ചാവക്കാട് ശക്തമായ തിരയെ തുടർന്ന് പഴയ കെട്ടിടം കടലിലേക്ക് പതിച്ചു. ചാവക്കാട് അഞ്ചങ്ങാടിയിലെ പഴയ ടെലിഫോൺ ബൂത്താണ് കടലിൽ വീണത്. ഇവിടെ റോഡും കടലും തമ്മിൽ 10 മീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. മുമ്പ് 1 കിലോമീറ്റർ ആയിരുന്നതാണ് ഇപ്പോൾ കടൽ കയറി 10 മീറ്ററായി ചുരുങ്ങിയിരിക്കുന്നത്. കടൽക്ഷോഭം പ്രതിരോധിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ വൈകാതെ റോഡും കടലെടുത്തു പോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ.
കനത്ത മഴയിൽ കോഴിക്കോട് മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തെ മണ്ണിടിഞ്ഞ് സിന്തറ്റിക് ട്രാക്കും ഫെൻസിംഗും തകർന്നു. കായിക പരിശീലനത്തിനായി നിർമ്മിച്ച ഗ്രൗണ്ട് ഉൾപ്പെടെ അപകട ഭീഷണിയിലാണ്. 2021 മുതൽ ആരംഭിച്ച മതിൽ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായില്ലെന്നാണ് ആരോപണം. എറണാകുളം കോതമംഗലം ഇരുമലപ്പടി കവലയ്ക്കു സമീപം പുതുപ്പാടി റോഡിലെ കലുങ്ക് അപകടാവസ്ഥയിൽ. കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡിൽ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്ക് അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ദിവസവും ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇത്. കലുങ്കിന്റെ കരിങ്കല്ല് കെട്ടും കോൺക്രീറ്റും തകർന്ന് റോഡിന്റെ ടാറിട്ട ഭാഗം താഴ്ന്ന് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള കലുങ്ക് ഉടൻ പുനർനിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റിന് ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പ്രകാരം 4